ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വളരെ മർമ്മപ്രധാനമായ ഒരു ഭാഗം അവിടെ ഉണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയം മുഴുവൻ കൈകാര്യം ചെയ്തത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അല്ലെ? ജുഡീഷ്യറിയും അവിടെ നിന്നാണ്, ഗവൺമെന്റും അവിടെ നിന്നാണ്, എല്ലാം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ മദീന പള്ളിയിൽ നിന്നുകൊണ്ട് നിയന്ത്രിച്ചിട്ടുണ്ട് ഹബീബെ ഖുദ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഖുലഫാ ഉർ റാഷിദീങ്ങൾ, ഇല്ലേ? മനോഹരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ഭരണം കാഴ്ചവെച്ചത് അതുപോലെ വളരെ ക്ലിയറായി ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഖുലഫാക്കൾ, ഖലീഫമാർ. ആ 4 ഖലീഫമാർ അനുവദനീയമായ ഭേദഗതികൾ കൊണ്ടുവന്ന് ഭരണം കാഴ്ചവെച്ചു. അതോടുകൂടെ തന്നെ ഇസ്ലാമിക ഖിലാഫത്ത് കൃത്യമായ രീതിയിൽ അവസാനിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് തുടങ്ങുന്നത് ഒരു രാജഭരണമാണ്. രാജഭരണ സിസ്റ്റത്തിലേക്ക് വരികയാണ്, അമവിയ പോലെ, അബ്ബാസിയ പോലെ. പക്ഷെ അവിടെയും ഒരർത്ഥത്തിൽ ഖിലാഫത്ത് നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ പോലും പഠനത്തിന് വിധേയമാക്കുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ഇസ്ലാമിക് കാലിഫേറ്റ്, ഇസ്ലാമിക ഖിലാഫത്തിന്റെ സ്ട്രക്ചർ വളരെ മനോഹരമാണ്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങൾ പഠനത്തിന് വിധേയമാക്കുന്ന സംഗതിയാണ്. അപ്പൊ നമുക്കറിയാം, ഏറ്റവും മുകളിലുള്ളത് ഖലീഫ, കാലിഫ്, അല്ലെ? ഞാൻ വളരെ ചുരുക്കി പറയാണ്, അതിനുള്ള സമയമല്ല, എന്നാൽ പോലും വളരെ ചുരുക്കിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ നമ്മുടെ കയ്യിലുള്ള, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ചരിത്രത്തിന്റെ മനോഹരമായൊരു ഭാവം, അതെങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയത്, എന്താണ് അതിന്റെ റീസൺ എന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ. അപ്പൊ ഏറ്റവും മുകളിലുള്ളത് കാലിഫ്, ഖലീഫയാണ്. അതാണ് സുപ്രീം പവർ, ഇല്ലേ? സുപ്രീം ലീഡർ ഖലീഫയാണ്. ആ ഖലീഫയോടൊപ്പം തന്നെ അധികാരം പങ്കിടുന്ന ഒരു വിഭാഗമുണ്ട്, അത് മജ്ലിസുൽ ഉലമ, ഉലമാക്കളുടെ അഡ്വൈസറി ബോർഡാണ്. ചിന്തിച്ചു നോക്കണം നമ്മൾ. ഖലീഫയുണ്ട്, ഖലീഫയോടൊപ്പം തന്നെ ഖലീഫക്ക് ലഭിക്കുന്ന അതേ അധികാരമുള്ളൊരു വിഭാഗം മജ്ലിസുൽ ഉലമ, ഉലമാക്കളുടെ സഭ. അപ്പൊ ഖലീഫ എങ്ങനെ നടക്കണം, എങ്ങനെ ഖലീഫക്ക് നീങ്ങണം, ഖലീഫ എന്തെല്ലാം ചെയ്യണം, ഖലീഫക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് ഈ അഡ്വൈസറി ബോർഡാണ്, മജ്ലിസുൽ ഉലമയാണ്. പല ഘട്ടങ്ങളിലും കൊട്ടാര പണ്ഡിതന്മാരായി പോയതിന്റെ ഭവിഷ്യത്തുകളാണ് പല ഖിലാഫത്തുകളും നശിച്ചു പോകാനുള്ള കാരണം. എന്നാൽ നട്ടലുള്ള ഉലമാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഉലമാക്കളുടെ കൃത്യമായ നിയന്ത്രണത്തിനും നിർദ്ദേശത്തിനും അനുസരിച്ച് ഖുലഫാക്കൾ നീങ്ങിയപ്പോ ആ ഖിലാഫത്തുകളൊക്കെ വളരെ മനോഹരമായി നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ നമ്മുടെയൊക്കെ പല മഹല്ലുകളും നശിച്ചു പോകാനുള്ള കാരണം എന്താ? ഈ ഇൽമു മാനദണ്ഡമാകാതെ വന്നു. പള്ളി കമ്മിറ്റിയിലേക്കുള്ള യോഗ്യത എന്താ? ഏതെങ്കിലുമൊക്കെ തറവാട്ടുകാരനാകണം, അല്ലെങ്കിൽ ഇത്തിരി ചിക്കിളി ഉണ്ടാകണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരണം. എവിടെയാണ് ദീൻ ഒരു കൃത്യമായ ഷർത്തായി വന്നിട്ടുള്ളത്? ദീനുള്ളൊരു മനുഷ്യനെ പള്ളിക്കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന് പറയുന്ന എത്ര പൊതുയോഗങ്ങളാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്? ഏത് കാലത്ത്? ഇന്നങ്ങനെ നടക്കുന്നുണ്ടോ? ഇനി എങ്ങാനും ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിന്ന് എവിടെയെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ നമ്മളിങ്ങനെ എതിർഭാഗത്ത് നിന്ന് പാരപണിതതിനെ തകർക്കാൻ നോക്കുകയല്ലാതെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലെ ഈ ചിത്രതയ്ക്ക് ആരാണ് കാരണം? നമ്മൾ തന്നെയല്ലേ? ശരി, അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഒന്നാമത് ഖലീഫയാണ്. അതിനോടൊപ്പം ചേർന്ന് മജ്ലിസുൽ ഉലമയുണ്ട്, അഡ്വൈസറി ബോർഡുണ്ട്. തൊട്ട് താഴെ അസിസ്റ്റന്റ് കാലിഫേറ്റ് ഉണ്ട്. അസിസ്റ്റന്റ് കാലിഫേറ്റ് അതെന്താ? നായിബ് ഖലീഫയാണ്. ഖലീഫക്ക് പകരം, ഖലീഫ ഇല്ലാത്ത സമയത്ത് ഖലീഫയുടെ കൃത്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ഒരു അസിസ്റ്റന്റ് ഖലീഫയുണ്ട്. ഇനി അതിന് താഴെ 5 വിഭാഗങ്ങളാണ്. 5 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുന്ന ചില സംഗതികൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്കേ ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലഭാഗം മുതൽ ഇങ്ങോട്ട് കൃത്യമായി നിർവഹിച്ചു വന്നിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം അഭിമാനബോധം ഉണ്ടാകണം. നമ്മളത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. താഴെ 5 സെഷനുകളാണ്. ഒന്ന് അൽ മുഅവ്വിനു തൻഫീദ്, ഭരണഘടനാ വകുപ്പാണ്, ഭരണ നിർവഹണ വകുപ്പാണ്. ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ ഒരു വിഭാഗം. ഇസ്ലാമിക ഖിലാഫത്തിലെ കൃത്യമായ നിയമവശങ്ങളാണ് ഈ പറയുന്നത്. രണ്ടാമത്തേത് ബൈത്തുൽ മാൽ, ട്രഷറിയാണ്. മൂന്നാമത്തേത് വിലായത്ത്, പ്രോവിൻസസ് ആണ്. സ്റ്റേറ്റ് തിരിച്ച്, ഡിസ്ട്രിക്ട് തിരിച്ചുള്ള ഭരണം, അത് നിയന്ത്രിക്കുന്ന വിഭാഗങ്ങൾ. നാലാമത്തേത് ഖളാ, ജുഡീഷ്യറിയാണ്. അഞ്ചാമത്തേത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ആ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ 5 വിഭാഗങ്ങളാക്കി വീണ്ടും തിരിച്ചിട്ടുണ്ട്. ആ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ 5 വിഭാഗങ്ങളാക്കി വീണ്ടും തിരിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ദായിറത്തുൽ ഇൽമ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. കണ്ടോ?
ഇൻഫർമേഷൻ അന്നേ ഉണ്ട് ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തേത് ദായിറത്തുൽ ഹർബിയ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി ആണ് അല്ലെ. ആ മിലിറ്ററിയുടെ വകുപ്പ് അന്നും കൃത്യമായിട്ടുണ്ട് ഇല്ലേ. നമ്മൾ ഇന്ന് പ്രതിരോധ വകുപ്പ് എന്ന് പറയുന്ന സംഗതി അന്നേ ഉണ്ടായിരുന്നു. മൂന്നാമത്തേത് ദായിറത്തു സിനാ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രി ആണ്. അപ്പോ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ പ്രേരണ നൽകിയവരായിരുന്നു ഖുലഫാക്കൾ. നാലാമത്തേത് ദായിറത്തു ശുഊനി ദാഖിലിയ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റേണൽ അഫയേഴ്സ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ദായിറത്തു ശുഊനിൽ ഖാരിജിയ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യ വകുപ്പ്. അങ്ങനെ കൃത്യമായ ഒരു ചട്ടക്കൂടിൽ വളരെ മനോഹരമായി മുൻപോട്ട് പോയിരുന്ന ഇസ്ലാമിന്റെ ആ ചരിത്രകാലത്തെ ഒരു സൗധം പോലെ നിലനിന്നിരുന്ന സംഗതിയാണ് ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭരണഘടന എന്താണ്? ഭരണഘടന, നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിനൊരു ഭരണഘടന ഉണ്ടായിരുന്നു. അത് ഏത് ഖലീഫ വന്നാലും ആ ഭരണഘടന മാറില്ല. അതങ്ങനെ തന്നെ. അത് അള്ളാഹുവിന്റെ ഖുർആൻ. ആ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസും ഇജ്മാഉം ഖിയാസും, ഈ സംഗതികളാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭരണഘടന അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തെറ്റിപ്പോയവരൊക്കെ തോറ്റുപോയിട്ടുണ്ട്. ആ ഖിലാഫത്തൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പോ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചൊരു കാരണം എന്ന് വെച്ചാല്, ഈ സംഗതികളൊക്കെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലെ ചില സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. ഇവിടെയും ഇസ്ലാമിക ഖിലാഫത്ത് തകരാനുള്ള കാരണം എന്തായിരുന്നു? തകരാനുള്ള കാരണം ഈ പറഞ്ഞ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഖിയാസിൽ നിന്നും ഒക്കെ നമ്മൾ മാറി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ മാറി നമുക്കിടയിലെ ഐക്യത്തെ നശിപ്പിച്ച് കളഞ്ഞതാണ്. നമുക്കിടയിലെ ഐക്യത്തെ നശിപ്പിച്ച് ഛിന്ന ഭിന്നമാക്കിയതാണ് അതിന്റെ കാരണം. ഇപ്പൊ നമുക്കിടയിലൊക്കെ തൈക്കാവുകളുണ്ട് അല്ലെ. പല ഭാഗങ്ങളിലും തൈക്കാവുകളുണ്ട്. ഈ തൈക്കാവുകളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ടൊരു മസ്ജിദുൽ ജാമിഅ ഉണ്ട്, ജുമഅത്ത് പള്ളിയുണ്ട്. ഈ ജുമഅത്ത് പള്ളികൾ ഒരുപാട് കൂട്ടിയിട്ട് അതിനു മുകളിൽ ഒരു കാളിയുണ്ട്, കാളി സിസ്റ്റം. ഇപ്പൊ നമ്മുടെ തെക്കൻ മേഖലയിലൊക്കെ കുറവാണെങ്കിലും വടക്കൻ മേഖലയിലൊക്കെ കാളി സംവിധാനങ്ങൾ കൃത്യമാണ്. പക്ഷെ എന്താണ് കാളിയുടെ ഡ്യൂട്ടി? കാളിയുടെ ഡ്യൂട്ടി എന്താണ്? കേവലം മാസം തികയുമ്പോ മാസപ്പിറ കണ്ടു എന്ന് പ്രഖ്യാപിക്കൽ മാത്രമൊന്നുമല്ല. കാളിക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ? ഈ തൈക്കാവുകളും അതുപോലെ തന്നെ ഈ പള്ളികളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, സാമൂഹിക പ്രവർത്തകരെ, അവരെ കാളിയുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ കാളിയുടെ കീഴിലുള്ള പള്ളികൾക്കൊപ്പം ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് അറിയണം. അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കാത്തത് എന്താണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് ഗവൺമെന്റുകളോട് പറയണം, എന്റെ കീഴിൽ ഇത്രയും ആളുകളുണ്ട്, ഉമ്മത്തിന് ഈ സമുദായത്തിന് ലഭിക്കാത്ത സംഗതികൾ ഇന്നാലിന്നതാണ്, ഇത് തന്നാൽ ഇത്ര വോട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യും. ചോദിക്കാൻ അധികാരമുള്ള ആളാണ് കാളി. എത്ര ഇടങ്ങളിൽ ആ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതെവിടെ ഇത് സംഗതി? എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? മുമ്പ് നടന്നിരുന്ന കാര്യം പറയണത്. എന്നിട്ട് ഈ പറയുന്ന നമ്മുടെ തൈക്കാവുകളിലൂടെ പള്ളികളിലൂടെ വിളിച്ചു പറയണം, ഇമാമ് ഇന്നാലിന്നാൾക്ക് വോട്ട് ചെയ്യണം. ഇന്നങ്ങനെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? മുസ്ലിം ഉമ്മത്ത് ഈ ഒരു സംഗതി എവിടെയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്? അവരുടെ പ്രതാപം അവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ സംഗതി ഒന്ന് റെഡിയായാൽ മതി, അവിടെ നമ്മുടെ വിഷയമൊക്കെ തീരും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പൊ ചോദിക്കും, ഉസ്താദെ പള്ളിയിൽ രാഷ്ട്രീയം പറയാൻ പറ്റൂന്നാണ്. പിന്നെ എവിടെ രാഷ്ട്രീയം പറയേണ്ടത്? മുസൽമാന്റെ രാഷ്ട്രീയം പള്ളിയിലല്ലാതെ പിന്നെ എവിടെയാണ് പറയേണ്ടത്? ഞാൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് നമ്മുടെ കേവലം ഈ തെരുവിൽ കിടന്ന് തമ്മിൽ തല്ലുന്ന രാഷ്ട്രീയ ചർച്ചകളെ കുറിച്ചല്ല. പള്ളിയിൽ പറയുന്ന രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ നോവിനെ തിരിച്ചറിയാൻ പറ്റും, ജനത്തിന് വേണ്ടതെന്താണെന്ന് അറിയാൻ പറ്റും, ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായത് എന്താണെന്ന് അറിയാൻ പറ്റും. അതാണ് പള്ളിയിലെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെന്ന്? മദീന പള്ളിയിൽ നിന്ന് അല്ലേ? മദീനത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാഷ്ട്രീയ കാര്യങ്ങളുടെ നിർവഹ കാര്യാലയം കൂടെയായിരുന്നു മദീന പള്ളി. അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കിസ്റയുടെയും കൈസറിന്റെയും കോട്ട അടക്കി ഭരിച്ചിരുന്ന് നേതൃത്വം നൽകിയത് മദീന പള്ളിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോ ഒരിക്കലും രാഷ്ട്രീയം നമുക്ക് അന്യമായ കാര്യമൊന്നുമല്ല. ഇനി അഇമ്മത്തുൽ അർബഅ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എത്രമാത്രം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഭരണകൂട ഭീകരതയ്ക്കെതിരിൽ സംസാരിച്ചതിന്റെ പേരിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിനെ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് അന്യമായൊരു സംഗതിയാണ്. നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു ഭ്രഷ്ടൊന്നും അതൊന്നും ഇസ്ലാമിന് ചേർന്നതല്ല. അത് ഇസ്ലാമിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സംഗതിയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി
ഭരണകൂട ഭീകരതക്കെതിരിൽ സംസാരിച്ചതിന്റെ പേരിൽ യൂഫ്രട്ടീസിന്റെ തീരത്ത് എത്രയോ പണ്ഡിതന്മാരെ അറുത്തുകൊന്നു കളഞ്ഞിട്ടുണ്ട്. അതും ഈ രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. ഇനി നമ്മൾ ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ സൂഫികളായ എത്രയെത്ര മഹാരഥന്മാർ. സൂഫി എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മോശം ചിന്തകൾ കടന്നു വരും ഇല്ലേ? ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല. കുറെ ആളുകൾ ഇന്നിങ്ങനെ വട്ടം കറങ്ങി ഡാൻസ് കളിക്കുന്നുണ്ട് പെണ്ണിന്റെ ചുറ്റും. അപ്പൊ ഒരാളോട് ചോദിച്ചു, എന്താ സംഗതി എന്നാണ്? ഇതാണ് സൂഫി ഡാൻസ്. ഇതാണ് സൂഫി ഡാൻസ്. ഏത് സൂഫിയാണ് ഇങ്ങനെ ഈ അന്യ പെണ്ണിന്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചത്? അപ്പൊ സൂഫി എന്ന് പറയുന്ന ഒരു സംഗതിയെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സൂഫി അൽ ആരിഫു ബില്ലാ, അള്ളാനെ അറിഞ്ഞവനാണ് യഥാർത്ഥത്തിൽ സൂഫി. എല്ലാത്തിനും വ്യാജന്മാരുണ്ട്. ഇപ്പൊ ഖാദിയാനി ഇവിടെ പ്രവർത്തിക്കുന്നത് മുസ്ലിം പേരിലാണ്. മുസ്ലിമാണെന്നാണ് അവന്റെ അവകാശം ഖാദിയാനി. അതുപോലെ തന്നെ നിസ്കാരം 3 വഖത്തേ ഉള്ളൂ എന്ന് വാദിക്കുന്ന ചേകന്നൂർ വിഭാഗം കാഫിറാണ്. നിസ്കാരം 3 വഖത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ 5 വഖത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിൽ നിന്ന് ഉറച്ചില്ലേ? അവരും വാദിക്കുന്നത് ഞങ്ങൾ മുസ്ലിംകളാണെന്നാണ്. ഇതുപോലെ തന്നെ കള്ളന്മാരായ വ്യാജന്മാരായ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ ത്വരീഖത്തുകാരാണ്, ഞങ്ങൾ സൂഫികളാണെന്നാണ്. എന്നിട്ട് കാണിക്കുന്നതൊക്കെ തോന്നിവാസം. ഇപ്പൊ 2-3 ആഴ്ച മുമ്പ് നമ്മുടെ ചാനലിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കോരൂർ ത്വരീഖത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കോരൂർ ത്വരീഖത്ത്. അവരുടെ ത്വരീഖത്തിൽ കൂടിയാൽ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, ഹജ്ജിനും പോകണ്ട, എവിടെയും പോകണ്ട. പിന്നെ എന്തിനാണ് ഈ ത്വരീഖത്ത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള സംഗതിയാണ്. അതൊക്കെ വ്യാജന്മാരാണ്. അതായത് അമ്പിയാക്കളുടെ പേരിൽ, നബിമാരിൽ വ്യാജന്മാർ വന്നിട്ടുണ്ട് നബിമാരുടെ പേരിൽ. അതുപോലെ ഔലിയാക്കളുടെ പേരിലും വ്യാജന്മാരുണ്ടാകും. ഇതൊക്കെ കാലം തെളിയിച്ച സംഗതികൾ തന്നെയല്ലേ? കാലം തെളിയിച്ച സംഗതികൾ തന്നെയല്ലേ? എത്രയോ വ്യാജന്മാർ നമുക്കിടയിൽ, ഈ ആലുവ പ്രദേശത്ത് തന്നെ എത്രയോ വ്യാജന്മാരുണ്ട്. നമ്മൾ ഒന്നിലേക്ക് മാത്രം ചൂണ്ടുകയല്ല, നിരവധി വ്യാജന്മാരുണ്ട്. പക്ഷെ വ്യാജന്മാരെ നോക്കിയിട്ട് ഹക്കായ ഒന്നിനെ നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെ നിഷേധിക്കുമ്പോൾ നമ്മളും വഴിതെറ്റിപ്പോകും. എന്തിനാണ് ഹക്കായ ത്വരീഖത്ത്? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഈ നിസ്കാരം എന്തിനാണ് അല്ലേ? ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? എനിക്ക് എന്റെ നിസ്കാരത്തിലൂടെ എന്റെ നാഥനെ ദർശിക്കാൻ. അതിനാണ് ത്വരീഖത്ത്. നിസ്കാരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക്, നോമ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക്, സക്കാത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക്, ഹജ്ജിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടുചെല്ലുന്ന സംഗതിയാണ് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ, അത് നിസ്കരിക്കണ്ട എന്ന് പറയണ ഒരുത്തിന് പിന്നെ എന്ത് ത്വരീഖത്തുള്ളത്? അപ്പൊ ഹക്കായ ത്വരീഖത്ത് അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിൽ ഉറച്ചു നിന്നിരുന്ന മഹാരഥന്മാരായ സൂഫിയാക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ മഹാനായൊരു സൂഫി വര്യൻ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ് റഹിമഹുല്ല ഖാദിരിയ ത്വരീഖത്തുകാരനായിരുന്നു. ഔറംഗസീബ് റഹിമഹുല്ലയുടെ വഫാത്തിന് ശേഷം മുഗൾ സാമ്രാജ്യം കുറച്ചിങ്ങനെ ഒന്ന് തളർന്നുപോയി. അവിടെ ഒരു മൊത്തത്തിലൊരു മോശം അവസ്ഥ രൂപാന്തരപ്പെട്ടു വരികയാണ്. ഒരു അരക്ഷിതാവസ്ഥ ഇങ്ങനെ രൂപാന്തരപ്പെട്ടു വരുമ്പോൾ അന്നൊരു സൂഫി ആക്ടിവിസത്തിന്റെ ഭാഗമായി, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിന്റെ ഭാഗമായി നക്ഷബന്ദി സൂഫി സരണികളിലുള്ള ഒരുപാട് മഹാരഥന്മാർ വലിയ വിപ്ലവങ്ങൾ രാഷ്ട്രീയപരമായി കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് ജർമ്മൻ ഓറിയന്റലിസ്റ്റായ ആൻമേരി ഷിമ്മൽ പോലുള്ള ഒരുപാട് ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പൊ സൂഫികൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ തസ്ബീഹും പിടിച്ചിരിക്കല് മാത്രമല്ല, ആവശ്യം വന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്ന മഹാരഥന്മാർ. കുരിശുദ്ധത്തിനെതിരെ വലിയ വിപ്ലവം നയിച്ച സ്വലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല, അദ്ദേഹം ഒരു സൂഫിയായിരുന്നു. നമുക്കെപ്പോഴും സുപരിചിതരായ മമ്പുറന്നങ്ങൾ സൂഫിയായിരുന്നു. അങ്ങനെയുള്ള മഹാരഥന്മാരൊക്കെ ഇറങ്ങിത്തിരിച്ചിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഉമർ ഖാദി റഹിമഹുല്ലയെ പോലെ, മമ്പുറന്നങ്ങളെ പോലെ, വാര്യംകുന്നനെ പോലെ, കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ, ആലി മുസ്ലിയാരെ പോലെ ഇവരൊക്കെ മഹാരഥന്മാരായ സൂഫിയാക്കളായിരുന്നു. അപ്പൊ ഇറങ്ങേണ്ട ഘട്ടത്തിൽ ഈ രാജ്യത്തോടൊപ്പം ചേർന്ന് നിന്ന് രാജ്യത്തിന് വേണ്ടി പോരാടിയ മഹാരഥന്മാർ, ജീവനും സർവസ്വവും ഈ നാടിന് വേണ്ടി കൊടുത്ത മഹാരഥന്മാരായ മുൻഗാമികൾ നമുക്കുണ്ട്. അവരുടെയൊക്കെ പാതയത്തിൽ നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഈ മഹത്തുക്കളുടെ പേരൊക്കെ വെട്ടിക്കളയുമ്പോൾ നമ്മളൊക്കെ ഉച്ചയിസ്തരം വിളിച്ചു പറഞ്ഞു കൊടുക്കണം, മക്കളെ, നമ്മുടെ പൂർവികർ, നമ്മുടെ പൂർവ്വസൂരികളായ മഹാരഥന്മാർ അവരുടെ ജീവൻ കൊടുത്ത് നേടിത്തന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. മദ്രസകളിലൂടെ നമുക്ക് എവിടെയെല്ലാം ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയെല്ലാം ഒരുമിച്ചിരുന്നിട്ട് നമ്മുടെ പൂർവ്വപിതാക്കളെ കുറിച്ചുള്ള ബോധ്യം നമ്മൾ പകർന്നു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും കഴിയണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടണം. നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ, നിങ്ങൾ ഭിന്നിക്കല്ലേ. അഹ്ലുസുന്ന എന്ന മനോഹരമായ പാതയത്തിൽ നിങ്ങളൊന്ന് ഉറച്ചു നിന്ന് നോക്ക്. അവിടെ നിന്ന് ഭിന്നിച്ചു പോകല്ലേ. അങ്ങനെ ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ കാറ്റ് പോകും. അല്ലാഹ് പറയാ, നിങ്ങളുടെ കാറ്റ് പോകും, നിങ്ങൾക്ക് വിലയില്ലാതാകും.
നിങ്ങൾക്ക് വിലയില്ലാതാകും, നിങ്ങൾക്ക് അന്തസ്സില്ലാതാകും. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾക്ക് പോലും അത് അക്കാന്മാരല്ലേ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നിങ്ങളെത്തും. അതുകൊണ്ട് ഭിന്നിച്ചു പോകല്ലേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്. ഇപ്പൊ ലോക ചരിത്രത്തില് വലിയ മഹാസമൂഹമുണ്ട്. ഈ ഭിന്നിച്ചു പോകല്ലേ, ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അങ്ങ് പ്രശ്നം ഉണ്ടാക്കണം എന്നൊന്നുമല്ല. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, അടുത്തുടൻ തന്നെ പറയുന്നുണ്ട്, വസ്ബിർ, നിങ്ങൾ ക്ഷമിക്കണം, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അപ്പൊ ക്ഷമയോടുകൂടെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്കാണ് വിജയമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. മുസ്ലിം ലോകത്തെ ഒരു നൂലിൽ കൊരുത്തതുപോലെ ചേർത്ത് പിടിച്ച ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു, ഒട്ടോമൻ തുർക്കികൾ ഇല്ലേ. 1516 മുതൽക്ക് ഇങ്ങോട്ട് കാണാം AD. ഉസ്മാനികൾ. ആ ഉസ്മാനി ഖിലാഫത്തിന് കീഴിൽ മുസ്ലിംകളെല്ലാം സഹോദരങ്ങളെപ്പോലെ അവരുടെ രാഷ്ട്രീയവും ഭരണപരവുമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് ഒട്ടോമൻ തുർക്കികളായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി ബ്രിട്ടൻ വളർന്നു വരുന്ന ഘട്ടത്തിൽ അവർക്ക് മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു തടസ്സം എന്താണെന്നറിയോ? ഒട്ടോമൻ തുർക്കികളാണ്. അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു തടസ്സം, ഉസ്മാനികളെ തകർക്കാതെ ഞങ്ങൾക്ക് ലോകം പിടിച്ചടക്കാൻ പറ്റൂല. ബ്രിട്ടൻ തിരിച്ചറിയാണത്. ഉസ്മാനികളെ തകർക്കണം. എങ്ങനെ തകർക്കും? അതിനവർ കണ്ടെത്തിയ വഴി മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ കൂട്ടുപിടിച്ചു. മുനാഫിക്കുകളായ പുത്തൻ ചിന്താഗതിക്കാരായ കുറച്ച് ആളുകളെ കൂട്ടുപിടിച്ചിട്ട് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാൻ അവർ ഭിന്നിപ്പിക്കാൻ തീരുമാനിക്കാൻ. നമ്മളത് മുമ്പ് അതിന്റെ വിശാല ചരിത്രമൊക്കെ പറഞ്ഞതുകൊണ്ട്, സൗദിയുടെ ആ ഒരു ഉത്ഭവമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ കുറെ ആളുകൾ, കുറെ മുനാഫിക്കുകളുടെ പിന്തുണ അവർക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു അധപ്പതനം മുസ്ലിംകൾക്ക് ഉണ്ടായതെന്താ? ഉസ്മാനി ഖിലാഫത്തിന്റെ പതനം തന്നെയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഒരുപാട് വായിച്ചു നോക്കി. ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് ഒരുപാട് വായനകൾ നടത്തി. എനിക്ക് അപ്പോഴെല്ലാം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന ഒരു എന്താ പറയാ, ഒരു ഉൾവായന, അതിന്റെ ഉള്ളിലൂടെയൊക്കെ ഇറങ്ങി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഒരുപാട് ചരിത്രാന്വേഷികളായ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതിയുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പിന്നിൽ മാധ്യമങ്ങൾ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാലും, ബുക്സുകളിൽ എന്തെല്ലാം കാരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും, മനസ്സിലാക്കാൻ പറ്റിയ, ബുദ്ധിയുള്ള ഒരുത്തിന് മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു കാരണം മുസ്ലിംകളുടെ സംഘശക്തിയെ തകർക്കുക എന്നുള്ളതായിരുന്നു. ഉസ്മാനി ഖിലാഫത്തിനെ പൊളിക്കുക എന്നുള്ളതായിരുന്നു. ഒട്ടോമൻ എംപയറിനെ തകർത്ത് കളയാന്നുള്ളതായിരുന്നു. അതിനെ തകർത്താലേ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് ബ്രിട്ടൻ പോലും മനസ്സിലാക്കിയിരുന്നു എന്നാണ്. ആ മനോഹരമായ പട്ടുനൂലിൽ കോർത്തിരുന്ന സമുദായത്തെ ഫ്രഞ്ചും റഷ്യയും ബ്രിട്ടനും ഒക്കെ പങ്കിട്ടങ്ങെടുത്തു. ഇന്ന് പേരുകൊണ്ട് മുസ്ലിമാണ് പല ആളുകളും. പഴയ സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിലുള്ള പല രാജ്യങ്ങളും, അധീനതയിലുണ്ടായിരുന്ന പല രാജ്യങ്ങളിലേക്കും ഇന്ന് ചെന്ന് നോക്കിയാൽ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇന്ന് പേരുകൊണ്ട് പലരും മുസ്ലിംകളാണ്. എന്താണ് അവിടത്തേക്ക് സ്ഥിതി? അപ്പൊ നമ്മുടെ ഐക്യവും അള്ളാഹുവിലുള്ള തഖ്വയും ദീനീ ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ തദ്ഹബ റിഹക്കും, നിങ്ങളുടെ കാറ്റ് പോകും. റിഹ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, ദഹബ എന്ന് പറഞ്ഞാൽ പോയിന്നാണ്. നിങ്ങളുടെ കാറ്റ് പോകുമെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ അല്ലേ. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തേക്കും കടന്നു വന്നിട്ടുണ്ട്. അന്ന് ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തോടൊപ്പം മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഗാന്ധി ചേർത്ത് പിടിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, സ്വതന്ത്ര ഇന്ത്യയുടെ മുഖം മഹാത്മാഗാന്ധിയാണ്. ഇന്നിപ്പോ വന്നൊരു വാർത്ത നിങ്ങളൊക്കെ കണ്ടില്ലേ, ഗാന്ധിക്ക് മുകളിൽ സവർക്കറെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. എന്താണ് സവർക്കർ ചെയ്തത്? എന്താണ് സവർക്കർ ചെയ്തത്? ഈ പറയുന്ന ആളുകളൊക്കെ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കി നടന്നപ്പോ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പൂർവ്വസൂരികളുള്ള, ഏറ്റവും മനോഹരമായി രാജ്യത്തെ സ്നേഹിക്കുന്നവരല്ലേ മുസ്ലിംകൾ. എന്നിട്ട് ഇവരൊക്കെ ഗാന്ധിക്ക് മേലെ കൊണ്ടുപോയി സവർക്കറെ പ്രതിഷ്ഠിക്കണം എന്നാണ്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ നെഞ്ചിലെ നെരിപ്പോടായി ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ, ആദ്യത്തെ ഖിബ്ലയായ ബൈത്തുൽ മഖ്ദസ്, ഇതൊക്കെ മുസ്ലിംകളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം എന്താ? ഉസ്മാനി ഖിലാഫത്തിന്റെ തകർച്ചയാണ്. എന്തേ അതിന്റെ കാരണം? അത് നമുക്കിടയിലുള്ള ഭിന്നതയാണ്. ആ ഭിന്നത കൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്നും ആ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് അതിനുള്ള ഫലം കൊടുക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടല്ലോ. എന്തായിരുന്നു ആ കാരണം? നമുക്കിടയിലെ ഭിന്നത, നമുക്കിടയിലെ ഒറ്റുകാർ, മുസ്ലിംകളെ തമ്മിലടിപ്പിച്ച് അധികാരവും സമ്പത്തും നേടിയെടുക്കാൻ നോക്കിയ നെറികെട്ട സമൂഹം നമുക്കിടയിൽ അന്നും ഇന്നും എന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നുമുണ്ട് നമുക്കിടയിൽ. ഒറ്റുകാരെ തിരിച്ചറിഞ്ഞിട്ട് മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ, അഹ്ലുസുന്ന എന്ന രാജപാതയിൽ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ, നമ്മുടെ ഈമാൻ കൊത്തിക്കൊണ്ടുപോകാൻ മനുഷ്യരിലും പിശാചുക്കൾ, അതുപോലെ തന്നെ ജിന്നുകളിലും പിശാചുക്കളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. ഒട്ടോമൻ കാലത്ത്
മുസ്ലിങ്ങളെ തൊട്ടാൽ ചോദിക്കാനായിട്ട് തുർക്കി പട്ടാളം വരുമായിരുന്നു എന്നാണ്. കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് മിഷ്കാൽ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു സംഗതി ഉണ്ടായിരുന്നു. അന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. പോർച്ചുഗീസ് പട്ടാളം അവിടെ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടായപ്പോ കോഴിക്കോട് സാമൂതിരിയെ സഹായിക്കാനായിട്ട് തുർക്കി കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ട്. മാലേഷുക്ക് എത്രമേൽ മനോഹരമായ ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു നമുക്ക്, നമ്മൾ ഒന്നിച്ചു നിന്നപ്പോ. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയത് ചില ചതിയന്മാരുടെ ഭിന്നിപ്പ് കാരണമാണ്. വേറെയും നമുക്ക് മുസ്ലിം സ്പെയിനിലേക്ക് നോക്കിയാലുള്ള അവസ്ഥ എന്താണ്? അന്ന് ആ കാലഘട്ടത്തിൽ മുസ്ലിം സ്പെയിൻ 100% സാക്ഷരത നേടിയിരുന്നു എന്നാണ്. ഇന്ന് നമ്മൾ കേരളത്തിൽ 100% എന്ന് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും 20 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തം പേരെഴുതാൻ പോലും അറിയാൻ പാടില്ലായിരുന്നു എന്നാണ്. എന്നാൽ മുസ്ലിം സ്പെയിനിൽ ഒരാൾ പോലും എഴുത്തും വായനയും അറിയാത്തവരായി ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് നശിച്ചു പോയത്, സ്പെയിനിന്റെ മുഴുവൻ പ്രഭാവവും നഷ്ടപ്പെട്ടു പോയത് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, സമ്പത്തിന്റെ കുറവല്ല, അനൈക്യമാണ്. അള്ളാന്റെ ദീനിൽ നിന്ന് പുറകോട്ട് വന്നതാണ് അല്ലേ? ഇന്ന് അവരൊക്കെ വലിച്ചെറിഞ്ഞ സംഗതികൾ. ഞാൻ എപ്പോഴും പറഞ്ഞു വെക്കുന്ന അല്ലാമ ഇക്ബാലിന്റെ ഒരു വരിയുണ്ടല്ലോ, ഇസ്ലാം കി ഫിത്രത്ത് മേ കുദറത്ത് നലചക് ജി ഹേ യേ ഇത്നാ ഹി ഉബരേഗാ ജിത്നാ ഹേ ദബാओगे ജഹാ മേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീത്തെ ഹേ ഇധർ ഡൂബേ ഉധർ നിക്കലേ ഉധർ ഡൂബേ ഇധർ നിക്കലേ. ഇസ്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ അസ്തമിക്കുമ്പോ അവിടെ ഉയരും. ഇന്ന് നമ്മൾ ഇസ്ലാമിൽ നിന്ന് ഇങ്ങനെ പുറകോട്ട് വരുമ്പോ യൂറോപ്പിന്റെ ആളുകൾ ഇസ്ലാമിനെ പുൽകുകയാണ്, ചേർത്തു പിടിക്കുകയാണ് അല്ലേ? ഇസ്ലാം വളരെ ഫ്ലെക്സിബിൾ ആയ മതമാണ്. അവർ വലിച്ചെറിഞ്ഞിട്ട കുപ്പത്തൊട്ടിയിലെ അഴുക്കുകൾ നമ്മൾ ഇന്ന് പേറുകയാണ്. ലെസ്ബിയനിസത്തിന്റെ പേരിൽ പലരും കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ഒരു ചാനൽ ഷോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. 2 പെൺകുട്ടികളെ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ നമ്മളതിന്റെ ഫാൻസ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്താണ്. വേറെന്തെല്ലാം ചർച്ച ചെയ്യാനുണ്ട് സഹോദരങ്ങളെ നമുക്ക്? അപ്പൊ ഇതൊക്കെ നമ്മെ ധാർമ്മികമായി നശിപ്പിക്കുന്ന സംഗതി. നമ്മളറിയാതെ നമ്മളിങ്ങനെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികമായ അവബോധം നഷ്ടപ്പെട്ടു പോയതാണ് നമ്മൾ തകരാൻ കാരണം. നമുക്കിടയിൽ അനൈക്യം സംഭവിച്ചതാണ് നമ്മൾ തകരാൻ കാരണം. അള്ളാഹു നമുക്ക് ഐക്യം നൽകുമാറാകട്ടെ.